ഇന്ന് നമുക്കൊരു വെറൈറ്റി പരീക്ഷിച്ചാലോ? എപ്പോഴും നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കളക്ഷൻ, അത് ചെട്ടിനാട് അല്ലെങ്കിൽ ഡയമണ്ട്, അങ്ങനെ ഓരോരോ സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റിയാണ്. പല ടൈപ്പ്, ഒരു ആൻറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ കൽക്കട്ട ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ടർക്കിഷ് ഡിസൈൻ ആയിരിക്കാം. വളരെ സ്പെഷ്യലാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ്. ഡിസൈൻ നോക്ക്, ഭയങ്കര സ്പെഷ്യലല്ലേ. എനിക്കിതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ ആദ്യം നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റി പറയാൻ പോകുന്നുണ്ട്. കാര്യം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചോദിക്കാം, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇതൊരു ട്രഡീഷണൽ ഡിസൈനിൽ വരുന്നതായ ഒരു ആൻറ്റിക് നെക്ലസ് ആണ്. ഏകദേശം 5.5 പവനോളം തൂക്കം വരുന്നതായ ഈ നെക്ലേസ് റൂബിയും കുന്തൻ സ്റ്റോണും പേളും ചേർന്നതായ ഒരു ഡിസൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പാരമ്പര്യമായി കൈവന്നു പോകുന്ന ഒരു ഡംബൽസ് ഡിസൈൻ ഉണ്ട്. ഇതിനു മുമ്പ് ആദ്യം നമ്മൾ കണ്ടിരുന്ന ഡിസൈനാണ് ഡംബൽസ് ഡിസൈൻ. ഈ ഡംബൽസിൻ്റെ രീതിയിലുള്ളതായി ചെറിയ ചെറിയ മുത്തുകളും അതിനോടൊപ്പം ചേർന്ന് വലിയ വലിയ മുത്തുകളും വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 5.5 പവൻ വരുന്നതായ ഈ തൂക്കത്തിലുള്ള മാല ലേഡീസിനെ സംബന്ധിച്ച് നല്ല എലഗൻറ്റ് ലുക്കായിരിക്കും ഇതിന് കിട്ടുന്നത്. ഇത് കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയാണെങ്കിൽ തന്നെയായാലും ഇത് ഉപയോഗിക്കുന്ന ആൾക്കും ഒരു കോൺഫിഡൻറ്റ് കൈവരുന്ന ഒരു സാധനം ആണ് ഈ മാല. അതേ, നമുക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എനിക്ക് ഒരു ടെക്നിക്കൽ കാര്യവും പറയാനില്ല. എനിക്കിതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ പിന്നെയും നോക്കാൻ തോന്നിയ ഒരു ഡിസൈനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോക്ക്, ഇതിൻ്റെ ഒരു സൈഡിൽ ഗോൾഡ് കൊണ്ട് ബീഡഡ് ആയിട്ടിരിക്കുന്നു, ഒരു സൈഡ് ശരിക്കും ഫ്ലവേഴ്സാണ്, വിടർന്നിരിക്കുന്ന ഫ്ലവർ. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പേൾ വെച്ചിട്ടുണ്ട് അല്ലേ. പേൾ വെച്ചിട്ട് ശരിക്കും ഒരു ഫ്ലവർ പോലെ, ഒരു ഫ്ലവറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതിന്. അത് കൂടാതെ അതിൻ്റെ ലോക്കറ്റ് നോക്ക്, ലോക്കറ്റിൻ്റെ അകത്ത് ഇത് റൂബി സ്റ്റോണാണ്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി എന്താ പറഞ്ഞാലൊട്ട് പറഞ്ഞ് തീരെയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഭയങ്കര അട്രാക്റ്റീവ് ഒരു ഡിസൈനാണ് ഇത്. ശരിക്കും ഒരു സെറ്റ് സാരിയുടെ കൂടെ നല്ലതായിരിക്കും അല്ലേ? ഏതിൻ്റെ കൂടെയാണ് നല്ലതല്ലാത്തത്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫ്ലവറിനെ മാറ്റ് കൂട്ടാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ കളേഡും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പേളിന് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതൽ കിട്ടും. അത് ഇനാമൽ ഇതാണ്. ഇനാമൽ കളറിങ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്രിയേറ്റിവിറ്റി ഇതിൽ നമുക്ക് കാണാനുണ്ട്. ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതേ മോഡൽ തന്നെയാണ് ഞാനിപ്പം ഞാൻ ഇട്ടിരിക്കുന്ന മാലയും അതേ മോഡൽ തന്നെയാണ്. ഇതിൻ്റെ പേര് ടർക്കിഷ് പാറ്റേൺ ആണ്. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് അധികം പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അദ്ദേഹം നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഏകദേശം ഒരു 3 പവൻ വരുന്ന രീതിയിലുള്ളതായ ഒരു ടർക്കിഷ് നെക്ലസ് ആണത്. ആദ്യകാലങ്ങളിലൊക്കെ ചോക്കർ ഡിസൈനാണ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ തീരെയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ടർക്കിഷ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഐറ്റമാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ചെറിയ നൂല് പോലെയുള്ളതായ കമ്പികൾ കോർത്തിണക്കി ചുറ്റി വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ തോന്നിക്കുകയും അതിന് ഒന്നിടവിട്ടിട്ട് വൈറ്റ് ഗോൾഡ് പോളിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സ്റ്റോൺ ഒഴിവാക്കിയിട്ടാണ് ഈ നെക്ലേസ് മേക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള, അതായത് ഇടുങ്ങിയ കഴുത്തുണ്ടാകാം, വണ്ണമുള്ള കഴുത്തുണ്ടാവാം, ഏത് തരം ലേഡീസിനായാലും ഇത് യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടായിരിക്കും. അത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ. ഇപ്പം ഞാനിത് വെയർ ചെയ്യാൻ നേരത്ത് ഞാൻ ആദ്യം ഇത് കുറച്ച് ലോ ആയിട്ടാണ് ഇത് ഇട്ടത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ കയറ്റിയിട്ടാൽ ശരിക്കും ഒരു ചോക്കർ ഒരു ഫീല് കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ 2 തരത്തിൽ നമുക്ക് ഇത് ഇടാൻ പറ്റും. അത് കൂടാതെ ഈ പറഞ്ഞ പോലെ വണ്ണമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഇത് സ്റ്റോൺ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം
അതുപോലെ സ്റ്റോണിൻ്റെ ഒരു ലുക്ക് അതിനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ സാരിയുടെ കൂടെ നിറയെ സ്റ്റോൺ സ്റ്റഡഡ് ആണ്. അതിൻ്റെ കൂടെ ഇത് നന്നായി ഇണങ്ങുന്നത്, ഞാൻ ഓർത്ത് ഇത് സ്റ്റോൺ ആണെന്നാണ്, പക്ഷെ അത് സ്റ്റോൺ അല്ല. അതുപോലൊരു പാറ്റേൺ അവർ ചെയ്തേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ടർക്കിഷ് ഡിസൈൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെറൈറ്റി പാറ്റേൺ തന്നെ നോക്കാം. ഇത് കൽക്കട്ട ഡിസൈനാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പീസല്ല, ഇത് നമ്മൾ അവിടെ നിന്ന് വരുത്തുന്നതാണ്. അപ്പം തന്നെ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഇതിൻ്റെ പ്രത്യേകതകളും ഇത് അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരാറെന്നും ഇതിൻ്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണെന്നുള്ളത്. ഏകദേശം ഒരു 3.5 പവൻ തൂക്കം വരുന്ന രീതിയിലുള്ളതായ ഒരു കൽക്കട്ട ഡിസൈനാണ് ഈ മാല. നമുക്കറിയാം, ഒരു ചെറിയൊരു ഉർവശി ചെയിൻ പോലെയാണ് ഇതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയും അതുപോലെ തന്നെ പകുതി ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും കല്ലുകൾ ഒഴിവാക്കിയിട്ടുള്ളതായ ഈ ഡിസൈൻ കൽക്കട്ട വർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കളർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനാമൽ കളറല്ല, പെയിൻറ്റിങ് കളറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന ഭാഗം ഒരു വലിയ ലോക്കറ്റോട് കൂടിയാണ്. ഈ ലോക്കറ്റിലും ചെറിയ ചെറിയ മണികൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭംഗി കൂട്ടുവാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഇതിനെ ബലം കൂട്ടുവാനാണ് ഈ ഉർവശി ചെയിൻ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതായ ഈ ഡിസൈൻ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിത് ഇവിടെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അല്ലേ? നമ്മുടെ സാധാരണ ലോക്കൽ തട്ടാന്മാർ പണിയുന്ന ഒരു വർക്കല്ല ഇത്. ഇതിന് കുറച്ച് സ്പെഷ്യൽ ചെയ്ത ആൾക്കാർ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അത് ശരി. അത് ഇതിൽ കാണാനുണ്ട്. കാര്യം ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിലും ഒത്തിരി ശ്രദ്ധ ഇതിൻ്റെ, എന്ന് വെച്ചാൽ നമ്മുടെ തട്ടാന്മാർ ശ്രദ്ധിച്ചല്ല ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. അതിലൊരു പ്രത്യേക ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് നമ്മൾ സാധാരണ കാണാത്ത ഒരു ഡിസൈനാണ്. മേ ബി അവിടെയൊക്കെ ഇത് കൂടുതലായി കാണുന്നുണ്ടാവും അല്ലേ? നമ്മുടെ പാറ്റേണിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടാവുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഞാൻ സ്പെഷ്യൽ എഫേർട്ട് എടുത്ത് ചൂസ് ചെയ്ത കുറച്ച് ഓർണമെൻറ്റ്സ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ചുങ്കത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.